നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MK വ്യൂസിൻ്റെ 3 PM ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷനൊക്കെയാണ്. അപ്പോൾ മെജോറിറ്റി സിയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കുറച്ചുണ്ടാവാനായിട്ട് സിയിലേക്കല്ല പിയിലേക്ക് ഒരു മൂവ്മെൻറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മളുടെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തു എന്നുള്ളൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ ലൈവ് വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള ലൈവ് വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കണം. എങ്ങനെ ഹോൾഡ് ചെയ്യണം, എപ്പോഴൊക്കെ ഹോൾഡ് ചെയ്യണം, എപ്പോൾ ഇറങ്ങണം, എപ്പോൾ കയറണം എന്നുള്ളതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തൊരു ഇത്തിരി ഓഡിയോ മിസ്റ്റേക്ക് ഉണ്ട്. അത് കുറേ നേരം പോസ് ചെയ്ത് വെച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഇപ്പോൾ 2:30ക്കാണ് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഓൾറെഡി ഈ ഒരു ഭാഗത്തുനിന്നൊരു മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ 3 മണിക്ക് മാർക്കറ്റ് ഒരു ഡംപ് വന്നിട്ട് ഈ SMA അതായത് 24,445 സപ്പോർട്ട് എടുക്കുമോ, അതല്ല പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 24,560 മാർക്കറ്റ് മൂവ് ചെയ്യണം. അതാണ് നമുക്ക് പിയിൽ ചെറിയൊരു സ്കോപ്പ് ഉണ്ട്. നമുക്ക് 2 മിനിറ്റിൻ്റെയിലേക്ക് ഒന്ന് മാറ്റാം. അതായത് നിലവിലുള്ള ഹൈ ബ്രേക്ക് ഇപ്പോൾ 138 നിൽക്കുന്നത്, ഒറ്റയടിക്ക് 148. ഇനിയിപ്പോൾ 3 മണിയോടെ ഒരു മൂവ്മെൻറ്റ് ആദ്യം നിൽക്കുന്നത് 148. അപ്പം നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ 135. 135 താഴത്തോട്ട് വന്ന മാർക്കറ്റ് ഫാളാണ് ഈ ക്യാൻഡിലും അടുത്ത ക്യാൻഡിലും ആയിട്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പുറത്ത് എന്താണ് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് ഇവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണേ. അപ്പം അത് മാക്സിമം പോയാലും എവിടം വരെ പോകാം എന്ന് ചോദിച്ചാൽ അതിന് നമുക്കൊരു ഉത്തരം വേണമല്ലോ. 151 മുകളിലേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റ് അപ്പാവുള്ളൂ. അതർവൈസ് ഇവിടെ SMA മുട്ടിയിട്ടുണ്ട്, പക്ഷേ പിയിൽ SMA മുട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 148 പി ആണ് നമ്മൾ താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അത് 148 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 154 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 3 മണിയുടെ ബ്രേക്കൗട്ട് പിന്നെയും കിട്ടിക്കഴിഞ്ഞാൽ 171 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ 150 ഓൾറെഡി പി 154 ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരെ ഫാസ്റ്റായിട്ടുള്ള ക്വിക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് അവിടെ ഓൾമോസ്റ്റ് നടന്നത്. കാരണം RSI ഓൾറെഡി പിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. 357 ആ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 171 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം ഈ ഒരു ക്യാൻഡിലിൻ്റെ ലെങ്ത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ 121 വന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. അത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത മൂവ്മെൻറ്റ് 3 മണിയോട് കൂടിയിട്ടുള്ള മൂവ്മെൻറ്റ് ഓൾറെഡി 171 പിന്നെ 15 മിനിറ്റ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇങ്ങോട്ട് ഈ ഒരു ക്യാൻഡിലും അടുത്ത ക്യാൻഡിലും ആയിട്ടൊരു ഡൗൺ SMA സപ്പോർട്ട് എടുക്കാൻ വരാനുള്ള പോസിബിലിറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഓൾറെഡി 3 മണിക്ക് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് 3 മണിയോടുകൂടി 24,467 അല്ലെങ്കിൽ 24,445 ടച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ മുകളിലോട്ട് തന്നെ പോയി മാർക്കറ്റ് 24,510 തന്നെ ഇന്ന് പര്യവസാനിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ 3 മണിയുടെ മൂവ്മെൻ്റ് ആണ് ഇനി നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. 154 ബ്രേക്ക് ചെയ്ത് 171 പോകാനുള്ള ചാൻസ് ഉണ്ടോ? മെജോറിറ്റി അതിന് തന്നെയാണ് കൂടുതൽ ചാൻസസ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് നമുക്കുള്ള എൻട്രി 135 145 155 നിസ്സാര സമയം കൊണ്ടാണ് 20 പോയിൻറ്റ്സ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ നെക്സ്റ്റ് മൂവ്മെൻ്റ് ആണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2:58. ഈ മൂവ്മെൻ്റ് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രം 171 മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ. അത് അടുത്ത ക്യാൻഡിലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. 3 മണിയുടെ ക്യാൻഡിൽ ചിലപ്പോൾ ഒരു വലിവ് വന്നിട്ടായിരിക്കും പോകുന്നത്. ചിലപ്പോൾ അവിടെ നിന്ന് റിവേഴ്സ് നേരെ അവിടെ നിന്ന് അങ്ങ് പോയി. ഇപ്പോൾ 155 നിൽക്കുന്നത് 160 മുതൽ 171 വരെ ഒരു 11 പോയിൻറ്റ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടെടുത്താലും പ്രശ്നങ്ങളില്ല. അതായത് 121 എടുക്കാം, ഒരു 119 സ്റ്റോപ്പ് ലോസ് ഇട്ട് 2 പോയിൻറ്റ് രണ്ടിലും സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് എടുത്താലും വിഷയങ്ങൾ. അടുത്ത ഡയറക്ഷൻ ഇവിടെ നിന്നായിരിക്കും മാർക്കറ്റിൻ്റെ. 2:59 ആയിട്ടുണ്ട്. അതായത് 3 മണിക്കൊരു സപ്പോർട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈവൻ രണ്ടും ഒരു 5 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടെന്ന് വെച്ചാലും നമുക്ക് വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കാനില്ല.
ഏതിൽ നിന്നെങ്കിലും ഒരു 10 പോയിന്റ് നമുക്ക് കിട്ടിയാലും 5 പോയിന്റ് പ്രോഫിറ്റബിളാണ്. കാരണം ഇവിടെ നിന്ന് ഇതൊരു സപ്പോർട്ട് സോണാണ് 121. അപ്പോൾ ആ 121 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും 121 നിന്ന് ഇപ്പോൾ 129 8 പോയിന്റാണ് അവിടെ ഓൾറെഡി കിട്ടിയത്. ഇത് വൺ സൈഡ് ആണെങ്കിൽ കേട്ടോ, ഇതൊരു സപ്പോർട്ട് സോണാണെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ആ ഒരു മൂവ്മെൻറ്റ്. ഇപ്പോൾ 3 മണി ആയിട്ടുണ്ട്. ഇത് ഡോജി ക്യാൻഡിലാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്താൽ 171. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2 പോയിന്റിൽ 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അത് ആദ്യത്തെ ഒരു വലിവാണ്. വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലം 171 വരെ പോകാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. കാരണം ഈ ഒരു ക്യാൻഡിലിൻ്റെ ആ ഒരു ലെവലാണ് നമ്മൾ പരിഗണിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 135 എൻട്രി, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 5 പോയിന്റ് വെച്ചിട്ടുള്ള എൻട്രി, ഏത് എൻട്രി ആണെങ്കിലും നമ്മൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിലേക്കാണ് പ്രതീക്ഷിച്ചത്. അത് ഓൾമോസ്റ്റ് ഡണ്ണാണ്. അത് നല്ല രീതിയിൽ അങ്ങ് കയറിപ്പോയാൽ എവിടം വരെ പോകാം, പോണത്രയും പോട്ടെ, മാക്സിമം കയറ്റി വെച്ച് പോവുക. 154 മേളിലോ 160 ഒക്കെ വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും വലിയ വിഷയങ്ങളൊന്നും വരാനായിട്ട് പോകില്ല. ഇത് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് 190 വരെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. 190 ശരിക്കും അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 171 171 170 ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടാലും വിഷയമില്ല. ഇവിടെ നിന്നൊരു കൺസോളേഷൻ കഴിഞ്ഞിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 190 വരെ പോകും. വളരെ ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഇവിടെ ഒരു സപ്പോർട്ട് സോണാണ്, ഇവിടെ നല്ല കൺസോളേഷൻ സോണാണ്. അതൊന്ന് വരികയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്നെങ്കിൽ 190 അല്ലെങ്കിൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ, ഒന്നെങ്കിൽ 190 വരെ മാർക്കറ്റ് പോകണം, അല്ലെങ്കിൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിൽ എക്സിറ്റ് ആവണം. മതി. ഇതിൽ കൂടുതൽ ഇപ്പോൾ 3 മണിക്കത്തെ ഒരു ട്രേഡിൽ ഇതിൽ കൂടുതൽ വ്യൂ ഒന്നും നമ്മളെന്തായാലും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ മോർ കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ 182 ആയിട്ടുണ്ട്. ഒരു 8 പോയിന്റ് കൂടെ കിട്ടിയാൽ 190, അല്ലാന്നുണ്ടെങ്കിൽ 170 71 നമുക്ക് ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാനില്ല. കിട്ടിയത് കിട്ടി എന്നുള്ള കാര്യത്തോടു കൂടി നമുക്ക് അവിടെ പര്യവസാനിപ്പിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ചെറിയൊരു വിക്ക് മുകളിലേക്ക് അടിച്ചാലേ ഉള്ളൂ. RSI സ്റ്റിൽ പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ 120 തൊട്ട് 171 വരെ ഹോൾഡ് ചെയ്യേണ്ട സാധനമാണ്. ശരിക്കും ഇതിൻ്റെ എൻട്രി ടൈം എന്നൊക്കെ പറയണത് 2:43. നമ്മൾ വന്നത് ഏതാണ്ട് ഈ ഒരു ലെവലിൽ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. 135 മുതൽ ഈ പറഞ്ഞ 182 ആ ഒരു ലെവൽ വരെ ഇതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ കൂടുതൽ ഇനി നോക്കിയിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇതൊരു പർട്ടിക്കുലർ പോയിൻ്റായിട്ട് നമ്മളത് നേരത്തെ കയറ്റി വെച്ച് പോയത് കാരണം വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മാർക്കറ്റ് പി സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ ക്വിക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റും വളരെ ക്വിക്കായിട്ടുള്ള സ്കാൽപ്പിങ്ങും ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ട്രേഡിങ്ങുമാണ് ഇപ്പോൾ നിലവിൽ വന്നത്. ഇപ്പോൾ നിലവിൽ ഇനി പോകാനുള്ള ഒരു ഏരിയ നമുക്ക് ഫ്യൂച്ചറിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. എവിടെ വന്ന് സപ്പോർട്ട് എടുത്തേക്കണം? 24,445 സപ്പോർട്ട് എടുത്തത്. ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ആയതുകൊണ്ടാണ് നമ്മളൊരു ലോ പ്രതീക്ഷിച്ചത്. അപ്പോൾ അത് വീണ്ടും ഇനി തിരിച്ച് ഈ ഒരു സപ്പോർട്ട്, അതായത് 24,440 ബേസ് ചെയ്തിട്ടാണ് സപ്പോർട്ട് എടുത്തിരിക്കണേ. അപ്പോൾ അവിടെ ക്വിക്കാവുമ്പോൾ ഓപ്പോസിറ്റ് സി എടുത്താൽ ആ വലിവ് നമുക്ക് കിട്ടുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ 3 മണി തൊട്ട് 3:03 വരെ, അതായത് 3-5 ക്യാൻഡലിൻ്റെ മൂവ്മെൻ്റാണ് ഈ കിട്ടിയത്. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിവേ മതി, ഇതൊക്കെ തന്നെ ധാരാളം. ചാർട്ടിന് നന്ദി പറഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ വ്യൂ അനലൈസ് ചെയ്യുന്ന ഗ്രൂപ്പിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം, പഠിക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.